അവസ്ഥ. അങ്ങനെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ജിന്ന് ഈ രീതിയിൽ കയറി അങ്ങനെ ശൈത്താൻ മനുഷ്യൻ പറയുമ്പോൾ എങ്ങനെ നടക്കും എന്നൊക്കെയാണ് പല ആളുകൾ വിചാരം. ശൈത്താൻ ഇങ്ങനെ നമ്മുടെ നായ്ക്കുട്ടികൾ ഇങ്ങനെ ചങ്ങലക്കിട്ട് കൊണ്ടുപോണേക്ക് ശൈത്താൻ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പല ആളുകളുടെയും ധാരണ. അങ്ങനെ പിശാജ് അവനെ എന്താണ് അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പോ പറയണമൊക്കെ പിശാജ് അങ്ങനെ കേൾക്കുന്നത് ഒരിക്കലുമില്ല. പിശാജിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവൻ എന്താണ് കെസൂബാണ്, കള്ളന് മാത്രമേ പറയുള്ളൂ. അല്ലെങ്കിൽ അവൻ അദുവ്വുൻ മുബീനാണ്, നിങ്ങളുടെ ശത്രുവാണ്, നിങ്ങൾ എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ ശത്രുവാണ്. ആ പിശാജിനെ നമുക്ക് സ്വാധീനിക്കാനൊന്നും കഴിയില്ല. നമ്മളെ തൃപ്തിപ്പെടുത്താൻ പിശാചി ചിലപ്പോ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കും കള്ളുടിക്കണം നമുക്ക് ഇങ്ങനെ തോന്നുമ്പോ കുടിച്ചോ വളരെ നല്ലതാണ് ഉഷാറാണ് എന്ന് നമ്മുടെ മനസ്സിലായതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു നോക്കും. ഇപ്പൊ ഈ ആസ്ട്രൽ പ്രൊജക്ഷന്റെ ആൾക്ക് ഇങ്ങനെ കൊന്നാൽ എടോ ഇവർ ആത്മാവ് പോട് നിനക്ക് കാണാൻ കഴിയും എന്നൊക്കെ ആര് പറഞ്ഞു കൊടുത്തതാ? അത് പിശാചി പറഞ്ഞു കൊടുക്കണം. പിശാചി അവനോട് പറയാണ് കൊന്നോ, വിരോധമല്ല, ആത്മാവിനെ എനിക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞ് കൊല്ലാണ്. നമ്മുടെ നാട്ടിൽ ഇത്തരം എല്ലാ കാര്യങ്ങളും പിശാച് മനുഷ്യനെ പറഞ്ഞ് മനസ്സിൽ അവനെ ദുർബോധനം നടത്തിക്കൊണ്ട് തന്നെ ചെയ്യിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനത്തെ പിശാച് നമ്മൾ മനുഷ്യൻ പറഞ്ഞതിനിങ്ങനെ അവന്റെ പരിധിയിൽ വന്ന് എന്നിട്ട് ശരീരത്തിൽ അങ്ങോട്ട് കയറിയാൽ ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങുക, കയറാൻ പറയുമ്പോൾ കയറുക, അങ്ങനത്തെ പോലെ പരിപാടി അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ ശരീരത്തിൽ കയറി എന്ന് പറഞ്ഞ പിശാചിനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, നീ ഏത് നാട്ടുകാരനാണ്, നീ ഏത് മതവിശ്വാസിയാണ്? അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? എവിടെയും പഠിപ്പിച്ചിട്ടില്ല. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി അദ്ദേഹം പറയുകയുണ്ടായി. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി അദ്ദേഹം പറഞ്ഞു, പിശാചിനോട് മനുഷ്യ ശരീരത്തിൽ ജിന്ന് കയറുകയാണെന്നൊക്കെ പറഞ്ഞ് ആ ജിന്നിനോട് സംസാരിക്കാൻ നിങ്ങൾക്ക് എന്താ പ്രമാണം? ആരാ അങ്ങനെ സംസാരിച്ചത്? ഒരു സഹാബി സംസാരിച്ചിട്ടുണ്ടോ? ഒരു റസൂൽ സംസാരിച്ചിട്ടുണ്ടോ? ആരും സംസാരിച്ചിട്ടില്ല. എന്നിട്ട് ചില ആളുകൾ അവർക്ക് ജിന്നിനെ ഇറക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ജിന്നിനോട് അവർ സംസാരിക്കാണ്. നീ എപ്പോഴാണ് ഇവിടെ വന്നത്? അപ്പൊ ഇന്ന സമയത്ത്. നീ എനിക്ക് അവസാനം ചോദിക്കും, നിനക്ക് മുസ്ലിമായി കൂടെ? ആ മുസ്ലിമാകാം. അങ്ങനെ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ ഇറങ്ങിയാണ് പോകും. റസൂലുള്ള പറഞ്ഞത് കെസൂബ് എന്നാണ്, കളവ് മാത്രം പറയുന്ന ആള്. അതാണ് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി പറഞ്ഞത്. ഈ കളവ് മാത്രം പറയണ പിശാച് പറയുന്ന സത്യം വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ആ പിശാച് ഇങ്ങനെ ഇറങ്ങിപ്പോവാ, കയറാൻ പറയുമ്പോൾ കയറുക. ഇതൊക്കെ അന്ധവിശ്വാസമാണ്. ഇതൊക്കെ